ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ രാത്രികാലം അല്പസമയം ദൈവത്തിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മധ്യയിലായിരിക്കാൻ വലിയവനായ ദൈവം എന്നെയും സഹായിച്ചു. എൻ്റെ പേര് J.S. ജോർജ്. ഞാൻ ന്യൂഡൽഹിയിൽ അപ്പോസ്തോലിക് ചർച്ച് ഓഫ് ടാബർനാക്കിൾ എന്ന് പറയുന്നതായ സഭയുടെ ശുശ്രൂഷകനായി പ്രവർത്തിച്ചു വരുന്ന ഈ രാത്രികാലം ദൈവത്തിൻ്റെ വിലയേറിയ വചനം ഹല്ലേലൂയ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ വലിയവനായ ദൈവം കർത്താവ് എന്നെ സഹായിച്ചതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. പ്രത്യേകാല ഈ ഡൽഹി ഇവാഞ്ചലിസ്റ്റ് ടീമിൻ്റെ ഈ ഫേസ്ബുക്ക് പേജിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസൻ അനിഷാമുവേലിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ടീമിനും എല്ലാമുള്ള എൻ്റെ നന്ദി പ്രാരംഭത്തിൽ തന്നെ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, ഈ അനുഗ്രഹീതമായ സന്ധ്യയുടെ യാമത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ രാത്രിയിലും കർത്താവേ സ്തോത്രം, സകല ജാതികൾക്കുമുള്ള മഹാസന്ദേശം സുവിശേഷം കർത്താവെ അറിയിക്കുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്തതിനാൽ നന്ദിയോടെ സ്തോത്രം. നേർക്ക് ലഭിച്ചിട്ടില്ലാത്ത മഹാന്മാർക്കും ബുദ്ധിമാന്മാർക്കും കർത്താവെ, വിദ്യാഭ്യാസമുള്ള കർത്താവെ സ്തോത്രം, അല്ലെങ്കിൽ വലിയ പാണ്ഡിത്യമുള്ളവർക്കും ലഭിക്കാത്തത് കർത്താവെ സ്തോത്രം. ദൈവം ഹല്ലേലൂയ ബലഹീനമായ ഞങ്ങളിൽ കൂടെ ചെയ്തെടുക്കുന്നതിനാൽ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്ന. ഈ രാത്രികാലം എടുത്ത മാറ്റമില്ലാത്ത വചനം അനേകരുടെ രക്ഷയ്ക്ക് കാരണമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവമായ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ആത്മശക്തി പകർന്ന് അവരെ അനുഗ്രഹിക്കുമാറാകണം. ഇത് ഗ്രഹിച്ചെടുപ്പാൻ അവരുടെ ആത്മീയ കണ്ണുകളെ കർത്താവ് തുറക്കുമാറാകണം. പരിസരങ്ങളെയും ചുറ്റുപാടുകളെയും എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. നസറേയനായിരിക്കുന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു, കൃപ തോന്നി ഉത്തരമരണമേ സ്വർഗീയ നല്ല പിതാവേ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ രാത്രികാലം ദൈവത്തിൻ്റെ വിലയേറിയ വചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ സന്നിധിയിലായിരിക്കാൻ പ്രത്യേക മലയാള ഭാഷയിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ വലിയവരായ കർത്താവ് എന്നെയും സഹായിച്ചു. അവൻ്റെ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രികാലവും ലോകത്തിൽ മനുഷ്യന് ലഭിക്കാവുന്നതിൽ ഏറ്റവും അനുഗ്രഹീതമായ ഒരു കാര്യമാണ് ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് വളരെ പ്രാഗൽഭ്യത്തോടുകൂടെ താൻ വിളിച്ചു പറയുകയാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രികാലം എന്നെ ശ്രവിക്കുന്ന പുതുതായി അല്ലെങ്കിൽ ദുഃഖത്തിലോ ഭാരത്തിലോ പ്രയാസത്തിലോ വേദനയിലോ ഒക്കെയും ആയിരിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഒരത്ഭുത ശക്തിയെക്കുറിച്ച്, അത്ഭുത വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, മനുഷ്യൻ്റെ ജ്ഞാനത്തെക്കാളും ഹല്ലേലൂയ ദൈവത്തിൻ്റെ പോഷത്വം വലുതാണ്. ദൈവം മഹാവലിയവനായ ദൈവമാണ്. അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ചവനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും മാനുഷികമായിരിക്കുന്ന ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭത്തിൽ വായിച്ചത്, ഈ സുവിശേഷം എന്ന് പറയുന്നത് പലപ്പോഴും നാം കേൾക്കുമ്പോൾ നമുക്കത് അതിൻ്റെ ശക്തിയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളോ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു, സുവിശേഷം അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ദൈവശക്തി. പ്രൈസ് ദി ലോർഡ്. ദൈവം ആരാണ്? ഹല്ലേലൂയ. ഇന്ന് നാം കാണുന്നതും കാണപ്പെടാത്തതുമായിരിക്കുന്ന സകലതിനെയും സൃഷ്ടിച്ച, ഹല്ലേലൂയ, സൂര്യനെയും ചന്ദ്രനെയും വാനത്തിലുള്ള സകല ഗോളങ്ങളെയും സൃഷ്ടിച്ചവനായ, അല്ലെങ്കിൽ സകല ഊർജത്തിൻ്റെയും ഉടവിടമായിരിക്കുന്ന വലിയ ഊർജം, ഹല്ലേലൂയ,
ആ ദൈവത്തിൻ്റെ ആ ഊർജത്തിൻ്റെ ശക്തി മുഴുവൻ, ആ ദൈവത്തിൻ്റെ ശക്തി മുഴുവൻ ദൈവം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നമ്മൾ വായിച്ചതുപോലെ സുവിശേഷത്തിലാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, വേറെ ഒരിടത്തും ദൈവശക്തിയുടെ ആ പ്രഭാവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവശക്തിയുടെ മഹിമയെക്കുറിച്ച് വ്യക്തമായി തെളിവായിട്ട് പറഞ്ഞിട്ടില്ല. സുവിശേഷത്തിൻ്റെ ഉള്ളിൽ ലോകം മുഴുവനും സൃഷ്ടിച്ചവനായ സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായിരിക്കുന്ന ദൈവം തൻ്റെ സർവശക്തിയും ആ സുവിശേഷത്തിൻ്റെ ഉള്ളിലാണ് അവൻ അതിനെ അടച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ പറയുകയാണ്, അത് എങ്ങനെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും? ഒറ്റ കാര്യം, വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദനും പിന്നെ യവനനും. ഹല്ലേലൂയ. അത് രക്ഷയ്ക്കായി. ആ ശക്തി എന്തിനാണ് ദൈവം സുവിശേഷത്തിൻ്റെ ഉള്ളിൽ മറച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി, നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം ഹല്ലേലൂയ തൻ്റെ ശക്തി മുഴുവൻ സുവിശേഷത്തിൻ്റെ ഉള്ളിൽ നിറച്ചു വെച്ചിരിക്കുക. ഇത്രയും വലിയ ശക്തിയെ, മഹാശക്തിയെ നമുക്ക് എങ്ങനെ പ്രാപിച്ചെടുക്കാൻ കഴിയും? അതിനുവേണ്ടി പണം മുടക്കണമോ? അതിനുവേണ്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമോ? നേർച്ച കാഴ്ചകൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതൊന്നും ചെയ്താൽ ഈ ശക്തിയെ നമുക്ക് അനുഭവിപ്പാൻ കഴിയത്തില്ല. സുവിശേഷത്തിൻ്റെ ഉള്ളിൽ അനേക കാര്യങ്ങളുണ്ട്. നാം സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ, സുവിശേഷം, നല്ല വിശേഷം, മാനവജാതിക്ക് മുഴുവൻ ദൈവം തന്ന വിശേഷം. ഇപ്പോൾ പ്രതികാല ഡിസംബറാണ്. ലോകം മുഴുവനും മാനുഷികപരമായിരിക്കുന്ന രീതിയിൽ ക്രിസ്മസ് എന്ന ഒരു സെലിബ്രേഷനെ ജനങ്ങളെല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഓൾറെഡി ക്രിസ്മസ് സ്റ്റാർട്ടായി കഴിഞ്ഞു. ഡിസംബർ 1 മുതൽ അവിടെ ആ ഫെസ്റ്റിവലാണ്. അത് വിവിധ നിലകളിൽ അവരെ പല സ്റ്റേറ്റുകളിൽ, പല ഇടങ്ങളിലൊക്കെയും അതിനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവനും ആഘോഷിക്കുന്നു. ഈ ക്രിസ്മസിനെ കുറിച്ച് അനേക വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്മസ് യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനമായിട്ടാണ് അതിനെ ആഘോഷിക്കുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ ഒരിടത്തും കർത്താവായ യേശു ക്രിസ്തു ഡിസംബർ 25 ജനിച്ചത് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ തെളിവുകൾ നമുക്ക് ഒരിടത്തുമില്ല. അതൊക്കെയും അന്നത്തെ കാലത്തുണ്ടായിരുന്ന ചില രാജാക്കന്മാർ അവരുടേതായ ചില ക്രമീകരണങ്ങളിൽ കൂടിയൊക്കെയാണ്. ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. എന്നാൽ ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു കാര്യം, സുവിശേഷം, നല്ല ഒരു വിശേഷം. ഇന്ന് രാത്രികാലം അതിൻ്റെ ചില ഭാഗങ്ങൾ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് അത് പ്രയോജനമായി തീരുകയും നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുകയും എന്നുള്ള വിശ്വാസത്തോടുകൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സുവിശേഷത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് നസ്രയനായിരിക്കുന്ന അല്ലെങ്കിൽ നസ്രത്ത് എന്ന് പറയുന്നതായിരിക്കുന്ന ദേശത്ത് ജനിച്ച് ഈ ഭൂമിയിലേക്ക് മനുഷ്യ അവതാരമായി കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിലാണ് സുവിശേഷം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ സുവിശേഷത്തെ അല്ലെങ്കിൽ ഈ ക്രിസ്തുവിനെ നാം വിശ്വസിക്കുമ്പോൾ ആ അതിശക്തിയേറിയ ലോകം മുഴുവനും സൃഷ്ടിച്ച സർവശക്തൻ എൽ ഷദായ് എന്ന് വിശേഷിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് പ്രവഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുക, നമ്മുടെ ചരിത്രത്തെ മാറ്റിമറിക്കുവാൻ കഴിയുക, നമ്മുടെ ഇതിഹാസത്തെ മുഴുവനും മാറ്റിമറിക്കുവാൻ കഴിയുന്ന അതിശക്തിയേറിയ ഒരു ശക്തിയാണ് ഈ ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾ മുമ്പുണ്ടായിരുന്നത് പോലെ ഒരിക്കലും ആയിരിക്കത്തില്ല. ഹല്ലേലൂയ. ഞാനൊക്കെയും ഒരു ക്രൈസ്തവ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. കുറച്ചുകൂടെ എടുത്തു പറഞ്ഞാൽ ഒരു പെന്തക്കോസ്തിയ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. 3ാമത്തെ തലമുറയാണ് പെന്തക്കോസ്ത് കുടുംബത്തിൽ. ഹല്ലേലൂയ. എന്നാലും നമ്മുടെ പിറപ്പ് കൊണ്ട് ഒന്നും നമുക്കിതിനെ പ്രാപിച്ചെടുക്കാൻ കഴിയില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവമാക്കി തീർക്കണം. സുവിശേഷം, യേശുവിനെ അറിയുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കി തീർക്കുവാനാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ഹല്ലേലൂയ കേന്ദ്ര ബിന്ദുവായി തീർന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-18 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ മരിച്ചവനായിരുന്നു. യേശു പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും ഹല്ലേലൂയ താക്കോല് എൻ്റെ കൈവശമുണ്ട്. കേന്ദ്രബിന്ദുവായിരിക്കുന്ന യേശു ക്രിസ്തു ആണ് സുവിശേഷത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുവാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ
മരിച്ചിട്ട് ജീവനോടെ ഇന്നും ജീവിക്കുന്ന വേറൊരു ശക്തിയും വേറൊരു ദൈവവുമില്ല, വേറൊരു ഇതിഹാസ പുരുഷന്മാരുമില്ല. അത് കേവലം നസ്രയനായിരിക്കുന്ന യേശുക്രിസ്തു മാത്രമാണ്. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, അവിടുന്ന് ഇങ്ങനെ പറയുകയാണ്, ഹല്ലേലൂയ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും ഹല്ലേലൂയ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ യേശുക്രിസ്തുവാണ് ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്ന, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന, നിങ്ങളുടെ രോഗത്തിൽ നിങ്ങളെ വിടുവിക്കുന്ന, നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളെ വിടുവിക്കുന്ന, നിങ്ങളുടെ ശാപത്തിൽ നിന്നും നിങ്ങളെ വിടുവിക്കുന്ന, നിങ്ങളുടെ കഷ്ടതയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്ന, നിങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്നതായ ഹല്ലേലൂയ ശക്തി അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഇതിന് നാം എന്താണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ, വേദനത്തിൽ നമ്മൾ വായിച്ചു. ഹല്ലേലൂയ, വിശ്വസിക്കുമ്പോൾ, ഹല്ലേലൂയ, യേശുക്രിസ്തുവിനെ നാം വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നാം ഇതുവരെയും ഹല്ലേലൂയ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ വരികയും ചെയ്യുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തില് പൗലോസ് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ? മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിക്കുന്നു. കാരണം മരണവും ഹല്ലേലൂയ അതിന്റെ വിഷമുള്ളും അതിന്റെ ഹല്ലേലൂയ ജയവും ഒക്കെയും ക്രിസ്തുവിന് മുമ്പ് ഭൂമിയിലുള്ള സകല മാനവജാതികളുടെ മേലും ഹല്ലേലൂയ വ്യാപരിച്ചിരുന്നു, അല്ലെങ്കിൽ ശക്തി അതിനെ പിടിച്ചടക്കിയിരുന്നു. മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയമായിരുന്നു, അവൻ മരിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും, എവിടേക്ക് പോകും, ഹല്ലേലൂയ എന്നുള്ള വലിയൊരു ഭയത്തിൽ ആയിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ക്രിസ്തുവിന് മുമ്പ് വരെയും ജനങ്ങൾ ജീവിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഹല്ലേലൂയ യേശുക്രിസ്തു വരികയും ഹല്ലേലൂയ താനെ പാതാളത്തിലേക്ക് മരണത്തിൽ കൂടെ കടന്നു ചെല്ലുകയും അവിടെ ഉണ്ടായിരുന്ന സകലരോടും ഹല്ലേലൂയ നിങ്ങൾക്ക് ഒരു രക്ഷയുണ്ട്, നിങ്ങളുടെ രക്ഷകനാണ് കടന്നു വന്നിരിക്കുന്നതെന്ന് ഹല്ലേലൂയ പാതാളത്തിലുള്ളവർക്കും സുവിശേഷം അറിയിച്ച് വിശുദ്ധന്മാരെയും കൂട്ടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുവാൻ കർത്താവിടെയായി. ഹല്ലേലൂയ. ആ കർത്താവാണ് ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയുന്ന സുവിശേഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് ഹല്ലേലൂയ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ആ കർത്താവിൽ നിങ്ങൾ എപ്പോൾ വിശ്വസിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾ വിവിധമായ വിശ്വാസത്തിലായിരിക്കാം, വിവിധമായ നിലകളിൽ നിങ്ങൾ ഹല്ലേലൂയ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരുപക്ഷെ ഈ രാത്രികാലം നിങ്ങളുടെ ജീവൻ നിങ്ങളിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മാവിന്റെ ആ അവസ്ഥ അത് എവിടെ ചെന്നു ചേരുമെന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ അവസ്ഥയിൽ ഹല്ലേലൂയ ആത്മാവായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. കാരണം വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നു, അനേക സയന്റിഫിക്കൽ തെളിവുകൾ ഹല്ലേലൂയ മനുഷ്യന്റെ ആത്മാവിന് മരണമില്ല എന്ന് പറഞ്ഞു. ഇന്ന് ഏറ്റവും കൂടുതൽ ഹല്ലേലൂയ ശാസ്ത്രം വികസിച്ചിരിക്കുകയാണല്ലോ. മനുഷ്യനാൽ ചെയ്യാൻ കഴിയാത്തത് ഒന്നുമില്ല എന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ അവൻ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയുന്നതായ ആ മേഖലകളിലൊക്കെയും ഹല്ലേലൂയ മനുഷ്യനേക്കാളും ബുദ്ധിയുള്ള കമ്പ്യൂട്ടറുകളെ ഹല്ലേലൂയ മനുഷ്യൻ സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം വികസിച്ചിരിക്കുന്നതായ ഈ അവസ്ഥകളിൽ വ്യക്തമായി ശാസ്ത്രം തന്നെ തെളിയിക്കുന്നു, മനുഷ്യന്റെ ഉള്ളിലൊരു ശക്തിയുണ്ട്. ആമേൻ. അതാണ് അവനെ നടത്തുന്നത്, അതാണ് അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത്. അത് ഹല്ലേലൂയ അവന്റെ ആത്മാവാണ്. ആ ആത്മാവ് മരിച്ചു കഴിയുമ്പോൾ അവനെ ഇവിടെ കടന്നു പോകും. മലയാളത്തിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, ഹല്ലേലൂയ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ചത്തുപോയി എന്ന് പറയാറുണ്ട്. അത് മലയാള ഭാഷ നമ്മൾ സംസാരിച്ച് ആ വാക്കിനെ അങ്ങനെ ആക്കിയതാണ്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ ചത്തുപോയി എന്നല്ല, സത്ത് പോയെന്നാണ്. മനുഷ്യന്റെ ഉള്ളിലുള്ള സത്ത് അതെന്താണ്? അവന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ആ ആത്മാവ് മനുഷ്യന്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആ സത്ത് അവനെ വിട്ട് മാറിക്കഴിയുമ്പോൾ അവന് വീണ്ടും അവന് ഒന്നുമില്ലാത്ത ഒരു വേസ്റ്റ് ആയിട്ട് മാറുകയാണ്. എങ്ങനെയാണ് നമ്മളൊരു കരിമ്പ് എടുത്ത് അതിൻ്റെ ജ്യൂസ് പിഴിയുമ്പോൾ അതിൻ്റെ സത്ത് മാറ്റപ്പെട്ടതിന് ശേഷം അതിൻ്റെ ആ വേസ്റ്റ് അത് പുറന്തള്ളപ്പെടുന്നത് പോലെ മനുഷ്യൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന സത്ത് അവനെ വിട്ടു പോകുമ്പോൾ അതിനെയാണ് സത്തുപോയി എന്നുള്ളതാണ് ചത്തുപോയെന്ന് നമ്മൾ കാലക്രമേണ പറഞ്ഞ് അങ്ങനെയാക്കിയതാണ്. ഹല്ലേലൂയ. ആ സത്ത്, അവൻ്റെ ഉള്ളിലുള്ള സത്ത് അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള ആത്മാവ്, അതിന് മരണമില്ല. അത് വേദപുസ്തകവും തെളിവായി പറഞ്ഞു. അനേക വർഷങ്ങൾക്ക് മുമ്പ് തിരുവചനത്തിൽ ഹല്ലേലൂയ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആത്മാവിന് മരണമില്ല. ഒന്നെങ്കിൽ അത് നിത്യതയിൽ, അല്ലെങ്കിൽ അനന്ത സന്തോഷത്തിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ തെളിവായിട്ട് പറഞ്ഞാൽ ദൈവം മാനവജാതിക്ക് വേണ്ടി രക്ഷയുടെ അല്ലെങ്കിൽ ആ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിൽ ഹല്ലേലൂയ ആ ആത്മാവ് ചെന്നു ചേരും, ആ സത്ത് ചെന്നു ചേരും. അല്ലെങ്കിൽ ഹല്ലേലൂയ
നിത്യ നരകത്തിലേക്ക്, എന്നും കഷ്ടങ്ങളിലൂടെയും, എന്നും ഹല്ലേലൂയ അഗ്നി നരകത്തിൽ. വേദപുസ്തകത്തിൽ കർത്താവ് യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, അല്ലെ പല്ലുകടിയുള്ളതായിരിക്കുന്ന, അല്ലെ കെടാത്ത ചാകാത്ത പുഴുവുള്ളതായിരിക്കുന്ന, കെടാത്ത തീയുള്ളതായിരിക്കുന്ന ആ നരകത്തിലേക്ക് അല്ലെ ആത്മാവ് കടന്നുവാനായിട്ട്. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യന് നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒന്നും ചിന്തയില്ലാതെ ഹല്ലേലൂയ എവിടേക്കോ അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനെ തേടിയോ അവൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഹല്ലേലൂയ ആ വാക്കം അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ കിടക്കുന്നതായ ആ എംപ്റ്റിനെസ്, അതിനെ നിറയ്ക്കുവാൻ്റെ ഗുണമായി പണത്തിന് വേണ്ടി ഓടുന്നു. വിവിധമായ കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിടത്തും അവന് ശാന്തി കിട്ടുന്നില്ല. എത്രയും വലിയ കോടീശ്വരനോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, അവന് വേറെ എന്തൊക്കെയോ വാങ്ങണം, എന്തൊക്കെയോ പ്രാപിക്കണം, എന്തൊക്കെയോ അനുഭവിക്കണം എന്നുള്ള ചിന്തയാണ്. ഒരിക്കലും മനുഷ്യൻ തൃപ്തനാകുന്നില്ല. അതിന് കാരണം എന്നാണെന്നറിയാവോ? ദൈവത്തിൽ നിന്നും അവന് വലിയൊരു പിഴവ് അനേക വർഷങ്ങൾക്ക് മുമ്പുണ്ടായി. വേദപുസ്തകം അതിനെ പറയുന്നു, പാപം എന്ന് പറയുന്ന അല്ലെങ്കിൽ അനുസരണക്കേടെന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വലിയ പിരിവിൽ കൂടെ ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായിരിക്കുന്ന ബന്ധം ഹല്ലേലൂയ മനുഷ്യൻ ഹല്ലേലൂയ വിട്ടുകളഞ്ഞു. അന്ന് മുതലാണ് അവൻ ഇതിനു വേണ്ടി ലോകത്തിലുള്ള പലതിനെയും ആശ്രയിച്ച് അതിൽ കൂടെ തൻ്റെ ആശ്രയം, തൻ്റെ ഹൃദയത്തിലുള്ളതായിരിക്കുന്ന വാക്കം അല്ലെങ്കിൽ അതിൻ്റെ ഹൃദയത്തിൽ കിടക്കുന്നതായിരിക്കുന്ന കാലി എംപ്റ്റിനെസ്സിനെ നിറയ്ക്കുവാൻ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ അല്ലെങ്കിൽ ആദാമിനെ വായിക്കാൻ പറ്റിയത് എന്താണെന്ന് അറിയാവോ? ഒരു പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ പൂർണ്ണ നഗ്നരാണെന്ന് മനസ്സിലാക്കി. ദൈവത്തിൽ ആശ്രയിക്കുകയല്ല ചെയ്തത്. അവർ പോയി അത്തിയില അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന വൃക്ഷത്തിൻ്റെ ഒരു ഇല അത് കൂട്ടി തുന്നി ഹല്ലേലൂയ അവരെ ആടയായിട്ടുണ്ട്. നമ്മൾ കാണുന്നത്, നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾക്കെല്ലാം അറിയാം, നമ്മുടെ നാട്ടിൽ കൊച്ചുനാളുകളൊക്കെ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? പ്ലാവിൻ്റെ ഇലകളൊക്കെ കൂട്ടിച്ചേർത്ത് കിരീടമൊക്കെയും തലയിൽ വെച്ച് കളിക്കാറുണ്ട്. ഹല്ലേലൂയ. അതുപോലെ അത് കുറച്ച് നേരം കഴിയുമ്പോൾ രാവിലെ നിങ്ങൾക്കറിയാം, അത് പ്ലാവിലെ ചേർത്ത് തുന്നി കിരീടം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ വൈകുന്നേരം ആയി കഴിയുമ്പോഴത്തേക്കിനും ആ ഇല മുഴുവൻ വാടിപ്പോകും എന്ന് പറഞ്ഞതുപോലെ അല്ലേ, മനുഷ്യൻ എന്തെല്ലാം ചെയ്താലും ഹല്ലേലൂയ അതെല്ലാം ചില മിനിറ്റുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ അവനെ തൃപ്തി തരാതെ വണ്ണം അവനെ വിട്ടു പോകാനായിട്ടറിയാം. എന്നാൽ ഹല്ലേലൂയ വചനം പറയുന്നു, ആ അവസ്ഥ കണ്ട മനുഷ്യൻ്റെ അവസ്ഥ കണ്ട ദൈവം അല്ലെ കടന്നു ചെന്നു അല്ലെ അവന് വേണ്ടി ഒരു മൃഗത്തെ ബലിയാക്കി. ഹല്ലേലൂയ അവർക്ക് ആ മൃഗത്തിൻ്റെ തോലെടുത്ത് കുടിപ്പിച്ചു. ആദ്യമായി മനുഷ്യന് വേണ്ടി ഒരു മൃഗത്തെ ദൈവമാണ് ബലി കൊടുത്തത്. അവൻ്റെ ഹല്ലേലൂയ ശാരീരികപരമായി അല്ലെങ്കിൽ ഫിസിക്കലായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവനെ വീണ്ടെടുക്കുവാനായിട്ടിടയായി. ആ ദൈവത്തിന് അന്നേ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. മനുഷ്യൻ എൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ മനുഷ്യൻ ദൈവത്തിൻ്റെ മകനാണ്. തൻ്റെ മകനെ നഷ്ടപ്പെട്ട ഒരു പിതാവിൻ്റെ സ്നേഹം, ഒരു ദുഃഖം, അത് മനസ്സിലാക്കിയ ദൈവം തീരുമാനമെടുത്തു. കാലസമ്പൂർണത വരുമ്പോൾ ഞാൻ തന്നെ മനുഷ്യനായി അവതരിക്കുകയും ആ പാപത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന, ആ വേദനയിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ഒരിക്കലും കരകയറുവാൻ കഴിയാതെ വന്നു എത്രയെല്ലാം പല നന്മകളും അനുഭവിച്ചാലും തൃപ്തി വരാതെ കിടക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ തൃപ്തി തരുവാൻ ഹല്ലേലൂയ മാനവാവതാരമായി ഭൂമിയിൽ ക്ഷണിക്കുമെന്നുള്ള ദൈവത്തിന് വലിയ നിർണയമാണ്. ആ നിർണയപ്രകാരമാണ് ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളും, നിങ്ങളുടെ ജീവിതത്തിൽ ഭാരങ്ങളുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പരാജയങ്ങളുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ ശാപങ്ങളുണ്ടോ, രോഗങ്ങളുണ്ടോ, ഇന്ന് രാത്രികാലം ആ വാക്കമിനെ അടയ്ക്കുവാൻ, ആ കാലിയിടങ്ങളെ അടയ്ക്കുവാൻ കഴിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് ഹല്ലേലൂയ മരണത്തെയും പാതാളത്തെയും ജയിച്ചവനായ നസ്രയനായിരിക്കുന്ന യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴവനിൽ വിശ്വസിക്കുന്നു, ഞാൻ പറഞ്ഞല്ലോ, ദൈവം ആ യേശു ക്രിസ്തുവിൽ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ കൂടെ നൽകി തരുന്ന രക്ഷയ്ക്കുള്ളിൽ ദൈവത്തിന്റെ ശക്തി മുഴുവനും വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. കൊരിന്ത്യയിലെ നമ്മളിങ്ങനെ വായിക്കുന്നു, അല്ലേ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുവാൻ കഴിവുള്ള ഏക ശക്തി ഒന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ അത് ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ രക്ഷ മാത്രമേ. കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ഭൂമിയിലുള്ള സകലതിനെയും പ്രാപിച്ചാലും അല്ലെ എന്തെല്ലാം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ നിങ്ങളുടെ അറിവ് കൊണ്ടോ നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടോ നിങ്ങൾ പ്രാപിച്ചെടുത്താലും, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ
നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് തൃപ്തരാകുവാൻ കഴിയുകയില്ല. എന്നാൽ നസ്രയനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ അനുഗ്രഹമാക്കി നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാനിടയാകും. ഞാൻ ശുശ്രൂഷിക്കുന്നു, എന്നെപ്പോലെ ശുശ്രൂഷിക്കുന്ന അനേകര് ഞങ്ങളൊക്കെയും ഈ സുവിശേഷത്തിന് അഡിക്റ്റായിപ്പോയി, യേശുവിനെ അഡിക്റ്റായിപ്പോയി. കാരണം എന്നാണെന്നറിയുമോ? അവൻ്റെ സ്നേഹത്തിൽ നിന്നും, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നും ഞങ്ങളെ പിരിക്കുവാൻ ഈ ഭൂമിയിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. എന്തെല്ലാം പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കടന്നു വന്നു, ഹല്ലേലൂയ, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നമുക്ക് എതിരിയായി നിൽക്കുന്ന പിശാച് ശ്രമിക്കുമ്പോഴും യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളെ ഈ ഭൂമിയിലും നിത്യതയിലും നിങ്ങൾ നന്മ പ്രാപിക്കുവാനായിട്ട്, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ഇന്ന് രാത്രികാലം ക്ഷമിക്കണം, എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തിൽ അനേക കാര്യങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. സുവിശേഷത്തിന്റെ ശക്തി എന്ന് പറയുന്നത്, ഹല്ലേലൂയ, അതിന്റെ ഹല്ലേലൂയ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഓരോ വ്യക്തികളെയും ദൈവം സ്നേഹിക്കുമ്പോൾ ആ ദൈവത്തിന്, ഹല്ലേലൂയ, നിങ്ങളെക്കുറിച്ച് ഒരു വലിയ പ്ലാനും പദ്ധതിയുമുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ, 1-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്ന്, ഹല്ലേലൂയ, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടേണ്ടതെന്ന് അപ്പോസ്തലനായ പൗലോസ്, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയും. ദൈവം നമ്മളെ വിളിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണമായി. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. അവന്റെ ധനത്തിന്റെ മഹത്വത്തിന് ഒത്തവണ്ണമായി, ഹല്ലേലൂയ, ആത്മാവിൽ നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ്, ഹല്ലേലൂയ, വളരുവാൻ്റെ ഗുണം, നിങ്ങളുടെ ഉള്ളിലെ അകത്തെ മനുഷ്യൻ വളരുവാൻ്റെ ഗുണമായി, ഹല്ലേലൂയ, ദൈവത്തിന്റെ വലിയ കൃപ, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസത്താൽ വളരുവാൻ്റെ ഗുണമായി ദൈവത്തിന്റെ വലിയ കൃപ അവൻ നിങ്ങൾക്ക് ദാനമായി നൽകി തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ അവനിൽ വിശ്വസിക്കുമ്പോൾ, കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഒരു ഉറപ്പുള്ള പാറമേൽ നിൽക്കുക. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 20, 21, 22, 23, 24 വചനങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ വന്നപ്പോൾ മനോഹരമായ ഒരു ഉപമ പറയുവാനായിട്ടിടയായി. 2 മനുഷ്യർ, ആ 2 മനുഷ്യരെ കുറിച്ച് കർത്താവ് പറഞ്ഞത്, ഒന്ന് ബുദ്ധിയുള്ള മനുഷ്യനും ഒന്ന് ബുദ്ധിയില്ലാത്ത മനുഷ്യനും. 2 മനുഷ്യരും ഭവനം പണിതു. ഒരു വ്യക്തി, ബുദ്ധിയില്ലാത്ത മനുഷ്യൻ, മണലിന്മേൽ തന്റെ അടിസ്ഥാനമിട്ടു. അതിന് ബേസ് ഇല്ലായിരുന്നു, മണലായിരുന്നു മുഴുവൻ. എത്ര കുഴിച്ചാലും മണൽ. കുറച്ചൊക്കെ കുഴിച്ചു നോക്കിക്കാണും, താൻ മടുത്തുപോയി. താൻ എന്ത് ചെയ്തു? ആ മണലിന്റെ ഉള്ളിൽ തന്റെ അടിസ്ഥാനമിട്ട് ഭവനം പണിതു. കർത്താവ് പറഞ്ഞു, ശക്തിയേറിയ കാറ്റും മഴയും അടിച്ചു. ആ വീടിന് നിലനിൽക്കുവാൻ കഴിഞ്ഞില്ല. ആ മഴയിൽ കാറ്റിലതൊഴിച്ചു. എന്നാൽ വേറൊരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ ബുദ്ധിയുള്ള മനുഷ്യനായിരുന്നു. അവനും വീട് പണിതു. അവന്റെ വീട് എവിടെയായിരുന്നു എന്നറിയാമോ? പാറയുടെ പുറത്ത് അടിസ്ഥാനമിട്ടു. അവൻ അവിടെ വീട് പണിതു. അതേ കാറ്റും മഴയും അവന്റെയും ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ അത് പാറമേൽ അടിസ്ഥാനമുള്ളതായിരിക്കുകയാണ്, ഹല്ലേലൂയ, ഒരു പ്രതികൂലത്തിനും അതിനെ ജയിക്കുവാൻ കഴിഞ്ഞില്ല. അത് എന്നേക്കും നിലനിൽക്കും. ഇന്ന് രാത്രികാലം നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കർത്താവായ യേശുക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് പണിയുകയാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ എന്തിൽ നിങ്ങൾ വിശ്വസിച്ചാലും അതെല്ലാം പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അതോടുകൂടെ ചേർന്ന് ആ മണലിന്മേൽ അടിസ്ഥാനമിട്ടതുപോലെ, ഗ്രിപ്പില്ലാതെ, താഴോട്ട് ഗ്രിപ്പില്ലാതിരിക്കുന്ന മണലിന്മേൽ അടിസ്ഥാനമിട്ടതുപോലെ ഈ ഭൂമിയിലെ ധനമോ ബുദ്ധിയോ ജ്ഞാനമോ കഴിവുകളോ ഈ ഭൂമിയിലുള്ള ഒന്നും നിലനിൽക്കുവാൻ നിങ്ങളെ അനുവദിക്കത്തില്ല. അവയോട് ചേർന്ന് നിങ്ങളും കാറ്റിലൊഴുകിപ്പോകും. എന്നാൽ നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വാസം ഉറപ്പിച്ചാൽ, ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചാൽ, ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചാൽ, ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തെ ഹല്ലേലൂയ അടിസ്ഥാനമുള്ളതാക്കി ഈ ഭൂമിയിൽ എന്ത് പ്രതികൂലങ്ങൾ വന്നാലും, ഏത് പ്രശ്നങ്ങൾ വന്നാലും, ദാരിദ്ര്യങ്ങൾ വന്നാലും, ഭൗതിക ഞെരുക്കങ്ങൾ വന്നാലും, രോഗങ്ങൾ വന്നാലും, അല്ലെങ്കിൽ ശത്രുവിൻ്റെതായ എല്ലാവിധമായിരിക്കുന്ന അല്ലെങ്കിൽ ആ വലകളിൽ നിങ്ങളെ വീഴിച്ചു കളഞ്ഞാലും
അവിടെ നിന്നെല്ലാം ജയിക്കുവാൻ, നിലനിൽക്കുവാൻ കഴിയുന്ന ഒരേ ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതാണ് ഈ സുവിശേഷത്തിന്റെ അടിസ്ഥാനം. നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെയ്യുന്ന ഒരു രഹസ്യം എന്ന് രാത്രികാലം പറയട്ടെ, നിങ്ങളൊരു വീട് പണിയുക, എന്നേക്കും നിലനിൽക്കുന്ന ഒരു വീട്. ഹല്ലേലൂയ. ആ വീടിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയാമോ? പാറയുടെ പുറത്ത് കാറ്റും മഴയും പ്രതികൂലങ്ങളും ഭൂമിയുടെ പരിസ്ഥിതികൾ വന്നാലും, ഹല്ലേലൂയ, എന്തെല്ലാം വന്നാലും തകർത്തു കളയുവാൻ കഴിയാത്ത, ഹല്ലേലൂയ, ഒരു പാറയെ പോലെ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ജീവിക്കുന്നു. ആ ക്രിസ്തുവിന്റെ ഉള്ളിൽ നിങ്ങളുടെ ആത്മീയ ഭവനത്തെ പണിയുമ്പോൾ ഈ ഭൂമിയിലെ ഏത് പ്രതികൂലം വന്നാലും അത് നിങ്ങളെ ഒന്നും ചെയ്യുകയില്ല. ഒത്തിരി കാര്യങ്ങൾ സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞു പോകാൻ ഉണ്ട്, എന്നാൽ സമയമില്ലല്ലോ. പെട്ടെന്ന് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഈ സുവിശേഷം, ഹല്ലേലൂയ, ആ ബുദ്ധിയുള്ള മനുഷ്യരെ പോലെ, ഹല്ലേലൂയ, നാം ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ അനുഗ്രഹമായി തീരുവാനിടയാകും. എന്നെ പോലെ അല്ലെങ്കിൽ നിങ്ങൾ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർമാരെന്നൊക്കെയും പറയുന്ന, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന യുവാക്കളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾ പോയി അവിടെ സാക്ഷ്യം ചോദിച്ചു നോക്കണം. ഭൂമിയിലെ ആർക്കും പ്രയോജനമില്ലാതെ, ഒന്നിനും പ്രയോജനമില്ലാതെ ഒക്കെയും ജീവിച്ചവരാണ്. ഒരിക്കൽ ഈ സുവിശേഷ വചനത്തെ കേൾക്കുവാൻ, യേശു ക്രിസ്തുവാണ് ജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെയൊക്കെയും ജീവിതത്തിൽ, ഹല്ലേലൂയ, കർത്താവ് സഹായിച്ചു. അന്ന് മുതൽ ഞങ്ങളുടെ ജീവിതം മാറ്റി പണിയപ്പനോടെ, അന്ന് മുതൽ ഞങ്ങളുടെ ജീവിതം ഒരിക്കലും തകർക്കപ്പെടാത്ത ക്രിസ്തു എന്ന പാറയിന്മേൽ, ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതം പണിയപ്പെടുവാനായിട്ട് ഇടയായി. അതുകൊണ്ട് ഇന്നുവരെയും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു ശക്തിയും, ഈ ഭൂമിയിലെ ഒരു ശക്തിയും ഞങ്ങളെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല. കാരണം ഞങ്ങൾ, ഹല്ലേലൂയ, സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. ആമേൻ. അടുത്തൊരു വാക്യം കൂടെ മാത്രം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. അത്, ഹല്ലേലൂയ, ദൈവത്തിന്റെ നീതിയാണ്. ആ വചനത്തിൽ തന്നെ നിന്നുകൊണ്ടാണ് പറയുന്നത്. റോമാലേഖനം 1:16-17 വായിച്ചത്. അതിനകത്ത് ഒത്തിരി പോയിന്റുകളുണ്ട്. ഇതെല്ലാം പറഞ്ഞ് പോകുവാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് കടന്നു പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിന്റെ, ഹല്ലേലൂയ, നീതിയാണ്. നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, പഴയ നിയമത്തിൽ അബ്രഹാം എന്ന് പറയുന്നതായ യഹൂദന്മാരുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിനെ കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ഗലാത്യലേഖനം 3:6 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം അവനത് നീതിയായി കണ്ടു. നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് നീതി ഉറപ്പാക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് നീതി തന്നില്ലായിരിക്കാം, നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിങ്ങൾക്ക് നീതി കിട്ടിയെന്നില്ലായിരിക്കാം, നിങ്ങളുടെ സഹോദരന്മാരോ നിങ്ങളുടെ മക്കളോ ഒന്നും നിങ്ങൾക്ക് നീതി നൽകുന്നില്ലായിരിക്കാം, നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ ക്രിസ്തുയേശുവിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നിങ്ങളെ നീതീകരിക്കുകയാണ്, നീതിമാനായി മാറ്റുകയാണ്. എവിടെയെല്ലാം നിങ്ങൾ റിജക്റ്റ് ആക്കപ്പെട്ടോ, തള്ളപ്പെട്ടോ, അവിടെയെല്ലാം, ഹല്ലേലൂയ, നിങ്ങളെ വീണ്ടും നിലനിർത്തുവാനുള്ള ദൈവത്തിന്റെ വിശ്വസ്തത അവിടെ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. സുവിശേഷത്തിന് കേന്ദ്രബിന്ദു കർത്താവാണെന്ന് പറഞ്ഞു. സുവിശേഷം, ഹല്ലേലൂയ, ദൈവത്തിന്റെ നീതിയാണെന്ന് പറഞ്ഞു. ഒത്തിരി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ വിസ്താര ഭയം കൊണ്ട് പെട്ടെന്ന് കടന്നു പോകുന്നു. 1 പത്രോസിന്റെ ലേഖനം 3:12 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും, അവന്റെ ചെവി, അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കും. അപ്പം നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ, നിങ്ങളെ ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്കത് നീതിയായി കണക്കിടുകയും നിങ്ങളെ നീതിമാനാക്കി ദൈവം വിളിക്കുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും അറിയാം, വീട്ടിൽ നമുക്കെല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഒഫീഷ്യൽ നെയിമുണ്ട്, അതേ സമയത്ത് ഒരു പെറ്റ് നെയിമുണ്ട്. അതുപോലെ വേദപുസ്തകത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് ദൈവം വിളിക്കുന്ന പെറ്റ് നെയിമാണ്, ഹല്ലേലൂയ, നീതിമാൻ. ഹല്ലേലൂയ. അവർക്ക് പ്രത്യേക ഒഫീഷ്യൽ നെയിം അല്ല. വേദപുസ്തകത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം വിളിക്കുന്ന പെറ്റ് നെയിമാണ്, ഇവൻ എൻ്റെ നീതിമാൻ. ഹല്ലേലൂയ. ആ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം. അത് മാത്രമല്ല, അവസാനമായ ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അവിടെ ഒത്തിരി കാര്യങ്ങൾ വിസ്തരിക്കാൻ കാര്യങ്ങളുണ്ടെങ്കിലും വിസ്താര ഭയത്താൽ ഞാൻ അവിടെ അവോയ്ഡ് ചെയ്യുകയാണ്. ഒരു പോയിന്റിലൂടെ 3 പോയിന്റാണ് ഞാൻ എടുത്തത് ഇന്ന് പകൽക്കാലം സുവിശേഷത്തിന് വേണ്ടി. ഒന്നത്, യേശു ക്രിസ്തുവാണ് അതിന്റെ കേന്ദ്രബിന്ദു. 2, ഹല്ലേലൂയ, ദൈവത്തിന്റെ നീതിയാണ് സുവിശേഷം. 3, ഹല്ലേലൂയ, സുവിശേഷം വിശ്വസിക്കുന്ന ഏവർക്കും അതിന്റെ നന്മ കണ്ടെത്താം. പ്രധാനപ്പെട്ട ഒരു പോയിന്റിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ഒരു പക്ഷേ കർത്താവിൽ വിശ്വസിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ യേശുവിനെ ഒരു ദൈവമെന്ന് മാത്രം ചിന്തിച്ചു പോകുന്ന, അല്ലെങ്കിൽ യേശുവും പല ദൈവങ്ങളിൽ ഒരു ദൈവമാണെന്നൊക്കെയും ചിന്തിക്കുന്ന, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയട്ടെ. ഹല്ലേലൂയ. മറ്റുള്ള
വിശ്വാസം പോലെയല്ല യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസം. യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, ദൈവിക നന്മകൾ മുഴുവൻ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ടിടയാണ്. ദൈവത്തിന്റെ നന്മകൾ മുഴുവൻ ഹല്ലേലൂയ സുവിശേഷത്തിന്റെ ഉള്ളിൽ കർത്താവ് ഒതുക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ അതിൽ വിശ്വസിക്കുമ്പോൾ ഹല്ലേലൂയ പൂർണ്ണമായും നിങ്ങൾക്ക് ദൈവിക നന്മകളെ പ്രാപിക്കുവാനായിട്ട് ഹല്ലേലൂയ ദൈവം വഴികളെ ഒരുക്കുവാനായിട്ട് ഇടയാവും. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ വായിച്ച് ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ദൈവം വിളിക്കുമ്പോൾ ദൈവത്തിന് വലിയൊരു പദ്ധതിയും പ്ലാനും, ഒരു സ്വപ്നമുണ്ട് നിങ്ങളെക്കുറിച്ച്. ചുമ്മാതെ ദൈവം നിങ്ങളെ വിളിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ സുവിശേഷം നിങ്ങളിൽ ചുമ്മാതെ ദൈവം കൊണ്ടുവരുന്നില്ല. ദൈവം നിങ്ങളെ സ്നേഹിച്ചു വന്നതിന് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. യേശുവിന്റെ വിളിയാലുള്ള, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ ദൈവത്തിന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും, അല്ലെ ദൈവത്തിന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന, അല്ലെ നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും ഹല്ലേലൂയ നാം അറിയണമെന്ന് അവിടെയും പൗലോസ് വ്യക്തമായി പ്രാർത്ഥിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവമക്കളെ, പ്രിയ സഹോദരനെ, സഹോദരിയെ, ഈ സത്യം അറിഞ്ഞിട്ടില്ലാത്ത പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങളെ ദൈവം വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് രാത്രികാലം ഈ ശബ്ദം ദൈവം നിങ്ങളെ കേൾപ്പിക്കുമ്പോൾ അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെ നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ അവൻ ആഗ്രഹിക്കുന്നു. എന്നേക്കുമായുള്ള രക്ഷ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങൾ ചെയ്യേണ്ട സിമ്പിളാണ്. നിങ്ങൾ ഹല്ലേലൂയ നേർച്ച കാഴ്ചകൾ കഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ ഹല്ലേലൂയ വേദനിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ യാതൊരു വിധത്തിലും യാതൊരു ഭാരവും അനുഭവിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളാണ്. ലോകത്തിൽ ഇതുവരെയും ഇല്ലാത്ത വലിയൊരു മാജിക്കാണ് ഹല്ലേലൂയ സുവിശേഷത്തിന്റെ ഉള്ളിൽ ദൈവം ഹല്ലേലൂയ ഒതുക്കി വെച്ചിരിക്കുന്നത്. എന്താണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യും. നിങ്ങൾക്കറിയാമോ, യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അഖില കടാടങ്ങളെയും സൃഷ്ടിച്ച അണ്ടകടാടങ്ങളെയും ഹല്ലേലൂയ ശക്തി, സർവത്തിന്റെയും അല്ലെ ഊർജത്തിന്റെ ഉറവിടമായിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ശക്തി നിങ്ങളെ നടത്തുവാൻ പോവുകയാണ്. ആ ശക്തി നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. നിങ്ങൾ ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം വരുത്തുവാൻ ആ ശക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. നിങ്ങളുടെ ചാപ്റ്ററിനെ തന്നെ, നിങ്ങളുടെ അധ്യായത്തെ തന്നെ മാറ്റിമറിക്കും. നിങ്ങളുടെ ഹല്ലേലൂയ ഹിസ്റ്ററിയെ തന്നെ മാറ്റിമറിക്കുവാൻ കഴിവുള്ള ഏക ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് സുവിശേഷത്തിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ്. രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഹല്ലേലൂയ നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. കർത്താവേ, ഞാനൊരു പാപിയാണെന്നും ഹല്ലേലൂയ എന്നെ രക്ഷിക്കണമേ, അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചുവെന്നും അങ്ങ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവനോടെ ഇരിക്കുന്നുവെന്നും നിങ്ങൾ വായ് കൊണ്ട് വിശ്വസിച്ച് ഹല്ലേലൂയ വായ് കൊണ്ട് പറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഹല്ലേലൂയ നിങ്ങൾ ആ വാക്ക് ഉരുവിടുമ്പോൾ തന്നെ ഇതാ സകലത്തിൻ്റെയും ഉടയവനായിരിക്കുന്ന ഹല്ലേലൂയ മനുഷ്യൻ പണിയുന്ന ഹല്ലേലൂയ ആലയങ്ങളിൽ വസിക്കുവാൻ കഴിയാത്ത സർവശക്തനായിരിക്കുന്ന, സർവവ്യാപിയായിരിക്കുന്ന, സർവജ്ഞാനിയായിരിക്കുന്ന ആ സകല ഊർജത്തിന്റെയും ഉറവിടമായിരിക്കുന്ന ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വന്നവൻ നിങ്ങൾ വാസം ചെയ്യുവാനിടയാവും, വസിക്കുവാനിടയാവും. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ രാത്രിക്കായി ഞങ്ങൾ ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു. ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ സ്വീകരിച്ചിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, കേന്ദ്രബിന്ദുവായിരിക്കുന്ന യേശു ക്രിസ്തു അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരട്ടെ. അവർ പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ എന്നവർ വിളിക്കുമ്പോൾ തന്നെ കർത്താവേ അവിടുത്തെ അത്യന്ത ശക്തി അവരിലേക്ക് ഇറങ്ങി വരികയും അവരുടെ ജീവിതത്തെ മാറ്റുവാൻ, അവരുടെ ചാപ്റ്ററിനെ അധ്യായത്തെ മാറ്റുവാൻ, അവരുടെ ജീവിതത്തെ കർത്താവേ ഒരു പുതിയ അവസ്ഥയിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, നന്മയിലേക്ക്, സ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ അവിടുത്തെ ശക്തി ഇന്ന് രാത്രികാലം വ്യാപരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നോ നാളെ എപ്പോഴെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കുമാറാകണമേ. ഇന്ന് രാത്രികാലം വിതയ്ക്കപ്പെട്ട വചനം പക്ഷികളോ ബേൽസെബൂലോ ശത്രുവോ എടുത്തു കളയാതെ വണ്ണം കർത്താവ് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവരുടെ ഹൃദയങ്ങളിൽ ഞാൻ മുദ്ര വയ്ക്കുകയാണ് കർത്താവേ. വരുന്ന നാളുകളിൽ കർത്താവേ മില്യൺ ട്രില്യൺസ് ടൈംസ് കർത്താവേ ഇത് അവർക്ക് അനുഗ്രഹമായി അല്ലെങ്കിൽ കർത്താവേ നന്മയായി തീരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കണം. അവിടുത്തെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, കൃപ തോന്നി ഉത്തരമണമേ ശ്രീ നല്ല പിതാവേ. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ലജ്ജയില്ല. എവിടെയും ഞങ്ങൾ ആ സുവിശേഷം പറയും. കാരണം ഇത് ദൈവത്തിന്റെ ശക്തിയായിരിക്കും. ഹല്ലേലൂയ. ഈ സാഹചര്യം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസൻ അനുശാമലിനോട് ടീമിനോട് നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അല്ല
ദൈവഹിതം എന്ന വലിയ നമ്മൾ വീണ്ടും ഹല്ലേലൂയ കാണാം. ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.